നമസ്കാരം. യോഗാഭിമൂല്യൻ അഭ്യാസക്രമത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. വരൂ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ യോഗാഭ്യാസം ആരംഭിക്കാം. ഏതെങ്കിലും സൗകര്യപ്രദമായ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായുള്ള ആസനത്തിൽ ഇരിക്കുക. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. ഇരു കൈകളും ധ്യാനമുദ്രയിൽ വയ്ക്കുക. ഇനി കൈകൾ കൂപ്പി പിടിക്കുക. സംഗച്ഛത്വം സംവദത്വം സംഭോ മനസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സഞ്ജാനാന ഉപാസത്തെ. കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തിപ്പിടിക്കുക. എന്നിട്ട് കണ്ണുകൾ സാവധാനത്തിൽ തുറക്കുക. ഇനി നമുക്ക് ചലനക്രിയയുടെ അഭ്യാസം ചെയ്യാം. ചലനക്രിയയുടെ അഭ്യാസത്തിനായി നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുക. ചലനക്രിയ അഭ്യാസത്തിലൂടെ നമ്മുടെ ശരീരം അയഞ്ഞു കിട്ടുന്നു. ചലനക്രിയയുടെ അഭ്യാസത്തിൽ ഏറ്റവും ആദ്യത്തെ അഭ്യാസം നമുക്ക് കഴുത്തിനു വേണ്ടി ചെയ്യാം. കണ്ണുകൾ അടച്ചു പിടിക്കുക. എന്നിട്ട് ഒരു തവണ ശരീരത്തെ സ്വയം അവലോകനം ചെയ്യുക. യോഗാഭ്യാസത്തിനായി തയ്യാറെടുക്കുക. നിങ്ങളുടെ കഴുത്തിൽ വലിവോ ടെൻഷനോ ഉണ്ടെങ്കിൽ അത് അയച്ചുവിടാൻ ശ്രമിക്കുക. കണ്ണുകൾ തുറന്നോളൂ. എന്നിട്ട് രണ്ടു കാലുകളും 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. എന്നിട്ട് ഇരു കൈകളും ഇടുപ്പിന് മുകളിൽ വയ്ക്കുക. ഇനി നമുക്ക് കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാനുള്ള അഭ്യാസം ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് മുന്നോട്ട് കുനിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തിപ്പിടിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് മുന്നിലേക്ക് വളച്ചു പിടിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ കഴുത്തിൻ്റെ അഗ്രഭാഗത്ത് ഉണ്ടാകുന്ന ടെൻഷൻ അഥവാ വലിവ് അനുഭവിച്ചറിയാൻ കഴിയും. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തിപ്പിടിക്കുക. എന്നിട്ട് വിശ്രമിക്കുക. കഴുത്തിനുള്ള അടുത്ത ക്രിയ കഴുത്തിനെ ഇടത്തോട്ടും വലത്തോട്ടും ചരിക്കാനുള്ള അഭ്യാസമാണ്. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല വലത്തോട്ട് ചരിക്കുക. വലത്തെ ചെവി വലത്തെ തോളിന് അടുത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല ഇടത്തോട്ട് ചരിക്കുക. ഇടത്തെ ചെവി ഇടത്തെ തോളിൽ മുട്ടിക്കാൻ ശ്രമിച്ചു നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തിപ്പിടിക്കുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് തല വലതുവശത്തേക്ക് ചരിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല ഇടത്തോട്ട് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരിക. അടുത്ത അഭ്യാസം കഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്ന അഭ്യാസമാണ്. ശ്വാസം എടുക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് തല വലതുവശത്തേക്ക് തിരിക്കുക. ഇപ്പോൾ താടി വലത്തെ ചെവിയുടെ ഭാഗത്തേക്ക് വരുന്നു. ശ്വാസം എടുത്ത് തിരിച്ചു വരിക.
ഇനി ശ്വാസം വിട്ടുകൊണ്ട് തല ഇടതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് തല വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല ഇടതുവശത്തേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തല പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇനി അടുത്ത അഭ്യാസം കഴുത്ത് വളയ്ക്കുന്ന അഭ്യാസമാണ്. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് താഴേക്ക് വളയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് ക്ലോക്ക് വൈസ്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നിലേക്ക് ആക്കിക്കൊണ്ടുവരിക. വീണ്ടും ഒരിക്കൽ കൂടി ഈ അഭ്യാസം ചെയ്യുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തല വിപരീത ദിശയിൽ കറക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നിലേക്ക് കറക്കുക. വീണ്ടും ഒരിക്കൽ കൂടി ഈ അഭ്യാസം ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ പിടിക്കുക. എന്നിട്ട് കൈകൾ രണ്ടും അയച്ചു വിടുക. കണ്ണുകൾ അടച്ചു പിടിക്കുക. എന്നിട്ട് കഴുത്തിൽ ഈ പ്രവൃത്തിയിലൂടെ ഉണ്ടായ മാറ്റം തിരിച്ചറിയുക. സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. അടുത്ത അഭ്യാസം സ്കന്ധ സഞ്ചാലനമാണ്. ആർക്കെങ്കിലും ഫ്രോസൺ ഷോൾഡറിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ഈ അഭ്യാസം സാവധാനത്തിൽ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും വശത്തുകൂടെ മുകളിലേക്ക് ഉയർത്തുക. കൈപ്പടങ്ങൾ എതിർദിശയിൽ ആയിരിക്കും. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരിക. അടുത്ത അഭ്യാസം അസ്കന്ധ ചലന അഭ്യാസമാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തോളറ്റം വരെ ഉയർത്തുക. ഇനി കൈവിരലുകൾ രണ്ടും തോളിലേക്ക് വയ്ക്കുക. ഇനി രണ്ട് കൈമുട്ടുകളും മുന്നിൽ നിന്നും പിന്നിലേക്ക് കറക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് കൈമുട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക. ഈ അഭ്യാസം ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ഇനി വിപരീത ദിശയിൽ ഈ അഭ്യാസം 2 തവണ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ വശത്തുകൂടെ മുകളിലേക്ക് ഉയർത്തുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈമുട്ടുകളും വശങ്ങളിലേക്ക് പിടിക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും തിരിച്ചു കൊണ്ടുവരിക. അടുത്ത അഭ്യാസം കടിച്ചാലന ക്രിയയാണ്. ഇടുപ്പിൽ വേദനയുള്ളവർ ഈ അഭ്യാസം സാവധാനത്തിൽ ചെയ്യുക. കടിച്ചക്രത്തിൽ ആദ്യത്തെ അഭ്യാസം ഇടുപ്പിനു വേണ്ടി ചെയ്യാം. മുന്നോട്ടും പിന്നോട്ടും വളയാനുള്ള അഭ്യാസമാണ്. സാവധാനത്തിൽ കാലുകൾ 2-3 അടി അകലത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തോളിൻ്റെ വീതിയിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പുറകിലേക്ക് വളയുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് വളയുക. ഇരു കൈപ്പടങ്ങളും ഇരു കാലുകൾക്കിടയിൽ നിലത്ത് പതിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഈ അഭ്യാസം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക് വളയുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് വളയുക. ശ്വാസം എടുത്തുകൊണ്ട് സാധാരണഗതിയിലേക്ക് തിരിച്ചു വരിക.
എന്നിട്ട് ഇരു കൈകളും വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവരിക. ഇരു കാലുകളും ചേർത്തി വയ്ക്കുക. കടിച്ചാലനത്തിൻ്റെ അടുത്ത ക്രിയയിലേക്ക് ഇരു കാലുകളും തോളിൻ്റെ അകലത്തിൽ വയ്ക്കുക. ഇരു കൈകളും തോളറ്റം വരെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുക. കൈപ്പടങ്ങൾ മുഖാമുഖം വന്നിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വലത്തോട്ട് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നേരെ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നേരെ പിടിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ശരീരം വലത്തോട്ട് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നേരെ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് മധ്യഭാഗത്തേക്ക് തിരിച്ചു വരിക. എന്നിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടച്ചു പിടിക്കുക. ഇരു കാലുകളും ചേർത്ത് വയ്ക്കുക. അടുത്ത അഭ്യാസം കാൽമുട്ടുകൾ ചലിപ്പിക്കുന്ന അഭ്യാസമാണ്. ഇതിനുവേണ്ടിയും നിങ്ങളുടെ കാലുകൾ തോളിൻ്റെ അകലത്തിൽ അകത്തി വയ്ക്കുക. ഇനി ആർക്കെങ്കിലും കാൽമുട്ടിന് വേദനയുണ്ടെങ്കിൽ അവർ ഈ അഭ്യാസക്രിയ ചെയ്യാതിരിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് തോളറ്റം കൈകൾ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ മടക്കുക. എന്നിട്ട് ഇരിക്കുന്ന പൊസിഷനിൽ വരിക. ഈ അവസ്ഥയിൽ നിങ്ങളുടെ നിതംബം തറയ്ക്ക് സമാന്തരമായിരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. വീണ്ടും ഈ അഭ്യാസം ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. ഇനി നമുക്ക് യോഗാസനങ്ങളുടെ അഭ്യാസം ചെയ്യാം. താടാസനമാണ്. ആർക്കെങ്കിലും മുട്ടിൽ വേദനയുണ്ടെങ്കിൽ, ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ദയവ് ചെയ്ത് ഈ ആസനത്തിൻ്റെ അഭ്യാസം ചെയ്യാതിരിക്കുക. താടാസനത്തിനായി തയ്യാറാവുക. കാലുകൾക്കിടയിൽ 2 ഇഞ്ച് അകലം വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിൽ നിന്നും തോളിൻ്റെ അകലത്തിൽ തോളറ്റം ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്ത് പിടിച്ച് കൈപ്പടങ്ങൾ തിരിച്ചു പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് പിടിക്കുക. ഉപ്പൂറ്റികൾ ഉയർത്തിപ്പിടിച്ച് കാൽവിരലുകളിൽ നിൽക്കുക. സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം നടത്തുക. ഈ ആസനം ശരീരത്തിൽ സന്തുലനവും ദൃഢതയും പ്രദാനം ചെയ്യുന്നു. ഉപ്പൂറ്റികൾ താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകളും സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. അടുത്ത അഭ്യാസം അർദ്ധചക്രാസനമാണ്. കാലുകൾ 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. കൈകൾ രണ്ടും ഇടുപ്പിലേക്ക് വയ്ക്കുക. കൈമുട്ടുകൾ രണ്ടും തുല്യ അകലത്തിൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തലയും ഇടുപ്പും പിറകിലേക്ക് കൊണ്ടുപോകുക. ഇനി ശ്വാസം വിടുക. ഇനി സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ഈ ആസനത്തിൽ തുടരുക. ഈ ആസനം നമ്മുടെ ശരീരത്തിൻ്റെ ശ്വാസോച്ഛ്വാസക്രിയ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. ഇനി നമുക്ക് ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളുടെ അഭ്യാസങ്ങൾ ചെയ്യാം. സാവധാനത്തിൽ അവനവൻ്റെ സ്ഥലങ്ങളിൽ ഇരിക്കുക. ദണ്ഡാസനത്തിനായി ഇരു കാലുകളും നീട്ടിവെക്കുക. ഇരു കൈകളിലെയും പടങ്ങൾ ഇടുപ്പിന് അരികിലായി വയ്ക്കുക. കണ്ണുകൾ അടച്ചു പിടിക്കുക.
ദണ്ഡാസനം. ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളിൽ ഏറ്റവും ആദ്യം ഈ ആസനത്തിൻ്റെ അഭ്യാസമാണ് ചെയ്യുന്നത്. സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. ഇനി നമുക്ക് വജ്രാസനത്തിൽ ഇരിക്കാം. വജ്രാസനത്തിൽ ഇരിക്കാനായി വലത്തെ കാൽ മടക്കി പിന്നിലേക്ക് കൊണ്ടുപോവുക. ഇപ്രകാരം ഇടത്തെ കാലും മടക്കി പിടിക്കുക. ഇടുപ്പും കഴുത്തും നിവർത്തി പിടിക്കുക. ഇരു കൈകളുടെയും പടങ്ങൾ കാൽമുട്ടിൽ വയ്ക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി ഈ ആസനത്തിൽ തുടരുക. കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. അടുത്ത അഭ്യാസം അർദ്ധ ഉഷ്ട്രാസനമാണ്. കണ്ണുകൾ പതിയെ തുറക്കുക. എന്നിട്ട് മുട്ടുകുത്തി നിൽക്കുക. കൈകൾ ഇടുപ്പിലേക്ക് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇടുപ്പും കഴുത്തും പിന്നിലേക്ക് വളയ്ക്കുക. എത്രയാണോ സാധിക്കുന്നത് അത്രമാത്രം വളയ്ക്കുക. എന്നിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ഈ ആസനത്തിൽ തുടരുക. ഈ ആസനം ഇടുപ്പിൻ്റെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. ശ്വാസം നിറച്ചുകൊണ്ട് വീണ്ടും വജ്രാസനത്തിൻ്റെ സ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് വിശ്രമിക്കുക. അടുത്ത അഭ്യാസം ശശകാസനമാണ്. അർദ്ധ ഉഷ്ട്രാസനത്തിന് ശേഷം നമുക്കിതിൻ്റെ വിപരീത ആസനം ചെയ്യേണ്ടതുണ്ട്. അത് ശശകാസനമാണ്. ഇരു കാൽമുട്ടുകൾക്കും ഇടയിൽ ഏതാനും ഇഞ്ച് അകലം പാലിക്കുക. കൈപ്പടങ്ങൾ കാൽമുട്ടുകൾക്ക് ഇടയിൽ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് നിതംബം ഉയർത്താതെ ശരീരം മുന്നോട്ട് ആയുക. നെഞ്ചും താടിയും നിലത്ത് തൊടിയിക്കുക. എന്നിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ ഈ ആസനത്തിൽ തുടരുക. ഈ ആസനം ക്ഷീണം, ഭയം എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ തിരിച്ചു വരിക. എന്നിട്ട് വജ്രാസനത്തിൽ വീണ്ടും ഇരിക്കുക. എന്നിട്ട് വിശ്രമിക്കുക. ഇനി നമുക്ക് കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങളുടെ അഭ്യാസം ചെയ്യാം. കമഴ്ന്ന് കിടക്കുക. ആദ്യത്തെ അഭ്യാസം മകരാസനമാണ്. ഇരു കാലുകൾക്കും ഇടയിൽ ഏതാനും ഇഞ്ചകലം പാലിക്കുക. എന്നിട്ട് ഇരു കാലുകളുടെയും വിരലുകൾ എതിർദിശയിലേക്ക് വയ്ക്കുക. ഇരു കൈമുട്ടുകളും മടക്കി പിടിച്ച് കൈപ്പടങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വയ്ക്കുക. ഇനി കൈപ്പടങ്ങൾക്കു മേലെ തലവച്ച് വിശ്രമിക്കുക. അടുത്ത ആസനം സരള ഭുജംഗാസനമാണ്. ഇരു കാലുകളും ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മുന്നോട്ട് നീട്ടിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മടക്കുക. എന്നിട്ട് കൈപ്പടങ്ങൾ തലയ്ക്കടുത്ത് വച്ചുകൊണ്ട് കൈമുട്ടുകൾ നിലത്ത് ചേർത്ത് വയ്ക്കുക. ഇനി സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ താടിയും നെഞ്ചും നാഭി വരേക്കും ഉയർത്തുവാൻ ശ്രമിക്കുക. ഇരു കൈകളും തുല്യ അകലത്തിൽ വെച്ചുകൊണ്ട് ഈ സ്ഥിതിയിൽ തുടരുക. എന്നിട്ട് അത് അവലോകനം ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ ഈ ആസനത്തിൽ തുടരുക. ഈ ആസനം ശ്വസനക്രിയ ശരിയാക്കിയെടുക്കുന്നു. വയറ്റിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു. പിന്നെ മലബന്ധം ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ഇനി ശ്വാസം വിട്ടുകൊണ്ട് സാധാരണഗതിയിലേക്ക് വരിക. എന്നിട്ട് മകരാസനത്തിൽ വിശ്രമിക്കുക. ഇനി നമുക്ക് മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങളുടെ അഭ്യാസം ചെയ്യാം. വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ ചരിഞ്ഞുകൊണ്ട്
മലർന്ന് കിടക്കുക. ശരീരം സാധാരണഗതിയിൽ വയ്ക്കുക. ആസനം ചെയ്യാനായി ശരീരം തയ്യാറാക്കുക. അടുത്ത ആസനമാണ് പവനമുക്താസനം. ഇരുകാലുകളും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇരുകാലുകളും 90 ഡിഗ്രിയിൽ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ മടക്കുക. എന്നിട്ട് വക്ഷസ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇരു കൈകളുടെയും വിരലുകൾ കോർത്ത് പിടിച്ചുകൊണ്ട് കാൽമുട്ടുകളിൽ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്തുക. ഇനി താടിയോ അല്ലെങ്കിൽ മൂക്കോ കാൽമുട്ടുകൾക്കിടയിൽ വയ്ക്കാൻ ശ്രമിക്കുക. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തിൽ ഈ സ്ഥിതിയിൽ തുടരുക. ഈ ആസനം ദഹനക്രിയയെ ശക്തിപ്പെടുത്താൻ സഹായകരമാകുന്നു. ശ്വാസം പുറത്തേക്ക് വിട്ട് കാലുകളും തലയും തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ മെല്ലെ താഴേക്ക് കൊണ്ടുവരിക. ഏതാനും ഇഞ്ചകലത്തിൽ കാലുകൾ വയ്ക്കുക. എന്നിട്ട് വിശ്രമിക്കുക. കൈകൾ മലർത്തി വെച്ച് കണ്ണുകൾ അടയ്ക്കുക. പവനമുക്താസനത്തിന് ശേഷം അടുത്ത ആസനം ശവാസനമാണ്. ശവാസനത്തിനായി കൈകളും കാലുകളും യഥാവിധം അകത്തി വയ്ക്കുക. കൈകൾ മലർത്തി വയ്ക്കണം. കണ്ണുകൾ സാവധാനത്തിൽ അടച്ചു പിടിക്കുക. നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. പുറത്തേക്ക് വിടുക. മെല്ലെ മെല്ലെ നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. അതുപോലെ പുറത്തേക്ക് വിടുക. ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും യാതൊരു തരത്തിലുള്ള ടെൻഷനും നിങ്ങളുടെ ശ്വാസഗതിയിൽ ഉണ്ടാകാൻ പാടില്ല. ശ്വാസം ആഴത്തിലായാലും താളാത്മകമായാലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സാവധാനത്തിൽ നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. എന്നിട്ട് സാവധാനത്തിൽ അതുപോലെ ശ്വാസം വിടുകയും ചെയ്യുക. ഇനി നമ്മുടെ ശരീരവും ഓരോ അംഗവും ശ്രദ്ധിക്കുകയും അയച്ചു വിടുകയും ചെയ്യണം. നിങ്ങളുടെ ശരീരം പഴയതിൽ നിന്നും അയഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. ശവാസനത്തിൽ നിന്നും തിരികെ വരാനായി കാലിൻ്റെ വിരലുകളും കൈകളുടെ വിരലുകളും അനക്കുക. ഇനി വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കാവുന്നതാണ്. ഏതെങ്കിലും സുഖാസനത്തിലോ, സുഖാസനം, പദ്മാസനം, അർദ്ധപദ്മാസനം ഇതിലേതെങ്കിലും ഒന്നിലിരിക്കുക. ഏതാസനത്തിലാണോ സൗകര്യപൂർവ്വം സുഖപ്രദമായി ഇരിക്കാൻ സാധിക്കുന്നത് ആ ആസനത്തിലിരിക്കുക. ഇരു കൈകളും ധ്യാനമുദ്രയിൽ കൊണ്ടുവരിക. കണ്ണുകൾ സാവധാനത്തിൽ അടച്ചു പിടിക്കുക. ഒരു തവണ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക, ഇടുപ്പും കഴുത്തുമൊക്കെ നേരെയാണോ എന്ന്. ഇനിയല്ല എങ്കിൽ നിവർന്നിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ദീർഘശ്വാസോച്ഛ്വാസത്തിൻ്റെ അഭ്യാസം ചെയ്യാം. നീണ്ട ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം. ദീർഘശ്വാസം എടുക്കുക. ദീർഘശ്വാസം വിടുക. ഓർമ്മിക്കുക, ശ്വാസം എടുക്കുന്ന സമയത്ത് വയറും നെഞ്ചും കഴുത്തും വികസിച്ച് വരണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ അയവുണ്ടാകുന്നത് കാണാം. നീണ്ട ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുന്ന സമയത്ത് വയറും നെഞ്ചും തോളും
വികസിക്കുന്നത് കാണാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ അയവ് പ്രകടമാകുന്നു. ഈ പ്രക്രിയയെ 4 മുതൽ 5 തവണ വരെ ആവർത്തിക്കുക. ദീർഘ ശ്വാസമെടുക്കുക, എന്നിട്ട് ദീർഘശ്വാസം വിടുക. എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വയറ്, നെഞ്ച്, കഴുത്ത് ഇവിടങ്ങൾ വികസിക്കുന്നു എന്നതാണ്. ശ്വാസം വിടുന്ന സമയത്തും ശ്രദ്ധിക്കുക. ശരീരത്തിൻ്റെ ഈ അവയവങ്ങളിൽ അയവ് തിരിച്ചറിയാൻ സാധിക്കും. ഇക്കാര്യം ഓർമ്മിക്കുക, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ ഗതി ആഴത്തിലുള്ളതും താളാത്മകവുമായിരിക്കണം എന്ന്. ഇനി നമുക്ക് അനുലോമ വിലോമ പ്രാണായാമത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദീർഘ ശ്വാസോച്ഛ്വാസ പ്രക്രിയ ഇവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് അടുത്ത അഭ്യാസമായ അനുലോമ വിലോമം ചെയ്യാൻ തയ്യാറാകാം. ഇടുപ്പും കഴുത്തും നിവർത്തി പിടിക്കുക. അതൊന്നുകൂടി ശരിയാണോ എന്ന് നോക്കുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കണം. ഇടത്തെ കൈ ധ്യാനമുദ്രയിൽ തന്നെ വെക്കണം. എന്നിട്ട് വലത്തെ കൈ നാസാഗ്രത്തിൽ നാസികാമുദ്രയിൽ പിടിക്കുക. വലത്തെ മൂക്ക് അടച്ചു പിടിക്കുക. എന്നിട്ട് ഇടത്തെ മൂക്കിലൂടെ മെല്ലെ മെല്ലെ ശ്വാസമെടുക്കുക. അതിനുശേഷം ഇടത്തെ മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് വലത്തെ മൂക്കിലൂടെ മെല്ലെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി വലത്തെ മൂക്കിലൂടെ വീണ്ടും ശ്വാസമെടുക്കുക. എന്നിട്ട് വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതിപ്പോൾ ഒരു തവണ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് 4 തവണ അഭ്യാസം ചെയ്യാം. ഓരോരുത്തരും അവരുടെ കഴിവിന് അനുസരിച്ച് 4 തവണ അഭ്യാസം ചെയ്യുക. ഓർമ്മിക്കേണ്ട കാര്യം, നിങ്ങളുടെ ശ്വാസം അല്ലെങ്കിൽ നിശ്വാസം താളാത്മകമായിരിക്കണം. ശ്രമിച്ചു നോക്കുക. ശ്വാസം എടുക്കുന്നതിൻ്റെ ഗതിയും അതിൻ്റെ അളവും തുല്യമായിരിക്കാൻ. ശ്വാസത്തിൻ്റെ ഗതി ഇടയ്ക്ക് വെച്ച് നിൽക്കരുത്. അനുലോമ വിലോമ പ്രാണായാമം രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല മനസ്സ് ഏകാഗ്രമാക്കാനും സഹായിക്കുന്നു. അഞ്ച് തവണ ചെയ്തു കഴിയുമ്പോൾ ഇടത്തെ മൂക്കിലൂടെ നിങ്ങൾ ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. എന്നിട്ട് അനുലോമ വിലോമ പ്രാണായാമം അവസാനിപ്പിക്കുക. വലത്തെ കൈ വീണ്ടും ഒരിക്കൽ കൂടി ധ്യാനമുദ്രയിൽ വയ്ക്കുക. ഇനി സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി നിങ്ങളുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൽ കേന്ദ്രീകരിക്കുക. യോഗ സാധനയിൽ ഈ പ്രാണായാമത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ, മസ്തിഷ്കത്തിൽ അയവ്, ശാന്തി, ഏകാഗ്രത ഉണ്ടായത് അനുഭവിച്ചത് തിരിച്ചറിയുക. എന്നിട്ട് മനസ്സിനുള്ളിൽ ഇങ്ങനെ സങ്കല്പിക്കുക: നമുക്ക് നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തുലിതമാക്കി വെക്കേണ്ടതുണ്ട് എന്ന്.
അതിലാണ് നമ്മുടെ ആത്മവികാസം കുടികൊള്ളുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും കൂടാതെ സമൂഹത്തിനും ലോകത്തിനും വേണ്ടിയും ശാന്തിയും ആനന്ദവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതിന് പ്രതിബദ്ധമാണ് എന്ന്. ഞാൻ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രതിബദ്ധമാണ് എന്ന്. രാജ്യത്തിൻ്റെ വികാസത്തിനു വേണ്ടി സമർപ്പിതമാണ് എന്ന്. ഏത് വിപരീത സാഹചര്യങ്ങളിലും നമുക്ക് ഒത്തൊരുമയോടുകൂടി കഴിയേണ്ടതുണ്ട്. ഇനി ശാന്തി പാഠത്തിനായി ഇരുകൈകളും കൂപ്പിപ്പിടിക്കുക. മനസ്സിനുണ്ടായ ശാന്തി, മനസ്സിനുണ്ടായ ഏകാഗ്രത, ആ ഭാവത്തോടുകൂടി തന്നെ നമുക്ക് ശാന്തിപാഠം ചെയ്യാം. सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् मा कश्चित् दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्तिः. സാവധാനത്തിൽ അവരവരുടെ കൈകൾ കണ്ണിന് മുകളിൽ വയ്ക്കുക. എന്നിട്ട് കണ്ണുകൾ സ്പർശിക്കുക. അതിനുശേഷം സാവധാനത്തിൽ കൈകൾ മുഖത്തുനിന്ന് മാറ്റി കണ്ണുകൾ മെല്ലെ തുറക്കുക. നിങ്ങളേവരോടും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ ദിവസം മംഗളമാവട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നമസ്കാരം. യോഗ അവമൂല്യൻ പരിപാടിയുടെ 3-ാം ദിവസത്തെ ആഖ്യാനമാലയിലേക്ക് നിങ്ങളേവർക്കും ഹാർദവമായ സ്വാഗതം. എന്നാൽ വരൂ, ഈ ആഖ്യാനമാല ആരംഭിക്കുന്നതിന് മുൻപായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇരുകൈകളും കൂപ്പിപ്പിടിക്കുക. കണ്ണുകൾ മെല്ലെ അടച്ചു പിടിക്കുക. ॐ शान्ति शान्ति शान्तिः. കണ്ണുകൾ പതിയെ തുറക്കുക. എല്ലാവർക്കും നന്ദി. ഇതിനു മുമ്പായി നമ്മൾ 2 വ്യാഖ്യാനമാലകളിൽ യോഗയെ പരിചയപ്പെടൽ, യോഗയുടെ ചരിത്രം, യോഗയുടെ നിർവചനം, പിന്നെ ആരോഗ്യം ഇവയെക്കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സാധാരണ യോഗാഭ്യാസികൾക്കുള്ള സാധാരണ നിർദ്ദേശങ്ങളാണ് ഉള്ളത്. അതായത് നമ്മൾ യോഗാഭ്യാസം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, യോഗാഭ്യാസം നടത്തുന്നതിന് മുൻപായി ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. എപ്രകാരമാണോ ഏതു കാര്യം ചെയ്യാൻ വേണ്ടിയും ഏതാനും ചില നിർദ്ദേശങ്ങൾ പാലിക്കുന്നത്, ആ കാര്യം എന്തുതന്നെയായാലും അത് വ്യക്തിപരമായിരിക്കട്ടെ, കുടുംബപരമോ സാമൂഹികപരമോ ആയ കാര്യങ്ങളാവട്ടെ, നമുക്കെല്ലാവർക്കും ഒരു മാർഗനിർദ്ദേശം പാലിക്കേണ്ടതായുണ്ട്. അതേപോലെ തന്നെയാണ് യോഗസാധന ചെയ്യുവാനും ഏതാനും ചില നിർദ്ദേശങ്ങൾ പാലിക്കാനുണ്ട്. കാരണം നമ്മൾ ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തിടത്തോളം ഏതുദ്ദേശത്തോടെയാണോ നമ്മൾ യോഗാഭ്യാസം ചെയ്യുന്നത്, യോഗസാധന ചെയ്യുന്നത്, ആ ഉദ്ദേശം പൂർണ്ണമാവുകയില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് അറിയുക. യോഗ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്, ഏതൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന്, യോഗ ചെയ്യുന്ന സമയത്ത്, ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത്, ആസനങ്ങളിൽ കിടക്കുന്ന സമയത്തോ ഇരിക്കുന്ന സമയത്തോ അപ്പോഴെല്ലാം ഏതൊക്കെ നിയമങ്ങൾ അനുസരിക്കണം, ഏതൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്രകാരം തന്നെയാണ് നമ്മൾ യോഗ ചെയ്തതിന് ശേഷവും നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്.
കാരണം എപ്പോൾ വരേക്കും ശരിയായ രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തിടത്തോളം അതുവരേക്കും നമ്മുടെ ഉദ്ദേശ്യം പൂർണ്ണമാവുകയില്ല. അതിനാൽ തന്നെ യോഗ ചെയ്യുന്ന എല്ലാവരും യോഗാഭ്യാസികൾ യോഗ ചെയ്യുന്നതിന് മുൻപായി, ചെയ്യുന്ന സമയത്ത്, ചെയ്തതിന് ശേഷവും നിയമങ്ങൾ, തന്നിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അത് തീർച്ചയായും പാലിക്കുക. എന്നാൽ വരൂ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സാധാരണക്കാരായ യോഗാഭ്യാസികൾക്ക് സാധാരണ മാർഗനിർദ്ദേശങ്ങൾ. ഇന്നത്തെ വിഷയത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യത്തേത് യോഗ ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എന്തു ചെയ്യണം? യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? യോഗ ചെയ്തതിന് ശേഷവും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? യോഗാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ പോയിന്റാണ് ശുചിത്വം. കാരണം നിങ്ങൾ ശാരീരികമായും മാനസികമായും ശുചിത്വം പാലിക്കുന്നില്ല എങ്കിൽ യോഗയുടെ പൂർണ്ണ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങളുടെ ശരീരത്തിന് വൃത്തിയില്ലാതെ നിങ്ങൾ യോഗ ചെയ്യുകയാണെങ്കിൽ യോഗയുടെ ഗുണം ലഭിക്കുകയില്ല. അപ്രകാരം തന്നെ നിങ്ങളുടെ മനസ്സിലും ഏതെങ്കിലും തരത്തിൽ മലിനമാണെങ്കിൽ, ഈർഷ്യയുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, ക്രോധമുണ്ടെങ്കിൽ, അത്തരത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ ഇവയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ, മസ്തിഷ്കത്തിലുണ്ടെങ്കിൽ, നിങ്ങളതെല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് യോഗ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഗുണം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശരീരവും മനസ്സും വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. ഇനി പറയാനുള്ളത് സന്തോഷത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ സന്തോഷവാന്മാരായിരിക്കണം. നമ്മൾ എന്ത് യോഗസാധന ചെയ്താലും, എന്ത് യോഗാഭ്യാസം ചെയ്താലും അതിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കണം. അതായത് നമ്മൾ എത്ര നേരമാണോ യോഗ ചെയ്യുന്നത് അതിൽ സന്തുഷ്ടരായിരിക്കണം. അവനവനിൽ സ്വയം ഒരു സന്തോഷം കണ്ടെത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ മറ്റൊരു സാധകനെ നോക്കിക്കൊണ്ട് യോഗാഭ്യാസം ചെയ്യരുത്. ചില അഭ്യാസികൾ അഡ്വാൻസ് ആയിട്ടുള്ള യോഗാഭ്യാസം ചെയ്യുന്നുണ്ടാവും. മറ്റു ചിലർ കഠിനമായ യോഗാഭ്യാസങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ഞാനും അങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അത്രമാത്രം, അതിന് അനുസരിച്ച് മാത്രം നിങ്ങൾ യോഗ ചെയ്യുക. യോഗയിലെ അഭ്യാസങ്ങൾ നമ്മൾ വെറും വയറ്റിലാണ് ചെയ്യേണ്ടത്. ഇനി അഥവാ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളം എടുത്ത് അല്പം തേനൊഴിച്ച് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഊർജത്തിൻ്റെ പ്രവാഹമുണ്ടാകുന്നു. യോഗയുടെ അഭ്യാസം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാന കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. നമുക്കെപ്പോഴും കാണാൻ സാധിക്കും, ഒരു യോഗാഭ്യാസി യോഗ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഭാതത്തിൽ പോകുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദിനചര്യ ശരിയല്ലെങ്കിൽ, രാവിലത്തെ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യാതെ യോഗാഭ്യാസം ചെയ്യാൻ പോകുന്നത് ശരിയല്ല. പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം മാത്രമേ യോഗസാധന ചെയ്യാവൂ. അപ്പോൾ മാത്രമേ യോഗ ചെയ്യുന്നതിൻ്റെ ഗുണം, യോഗാസനത്തിൻ്റെ ഗുണം നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ യോഗ ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഈ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഏത് ആസനത്തിലാണോ യോഗ ചെയ്യാൻ പോകുന്നത് അതിന് തയ്യാറാണെന്ന്. അതിനായി നിങ്ങൾ യോഗ മാറ്റോ കമ്പിളിയോ വിരിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. യോഗാസനം ചെയ്യുന്ന സമയത്ത് ഏതു തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം? ഘനമില്ലാത്തതും ഉണങ്ങിയതും സൗകര്യപ്രദവുമായ വസ്ത്രം, അത്തരം വസ്ത്രങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. യോഗ ചെയ്യുന്നതിന് മുൻപായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വയം ഒന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്ന്. നിങ്ങൾക്ക് ഹൃദ്രോഗമോ അല്ലെങ്കിൽ സന്ധികളിൽ വേദനയോ ഗർഭാവസ്ഥയോ ആർത്തവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം ഉണ്ടോ എന്ന്, അതായത് യോഗ ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗങ്ങൾ. അതുകൊണ്ട് യോഗാഭ്യാസം ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ യോഗാചാര്യനോടോ യോഗ വൈദ്യനോടോ അല്ലെങ്കിൽ ഡോക്ടറോടോ കാര്യങ്ങൾ പറയുക. അവരോട് ചോദിക്കുക, എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എപ്രകാരത്തിലുള്ള യോഗാഭ്യാസമാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് യോഗ ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യോഗ ആരംഭിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം. യോഗയുടെ ആരംഭം നമുക്ക്
ശാന്തചിത്തമായ മനസ്സോടെ ആദ്യം ഇരുന്ന് ദീർഘ ചെയ്ത് അല്പനേരത്തേക്ക്, അതിനുശേഷം പ്രാർത്ഥിച്ചുകൊണ്ട്. കാരണം പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ഏകാഗ്രമായി തീരുന്നു, നമുക്ക് ശാന്തി ലഭിക്കുന്നു. നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ, ശാന്തമാകുമ്പോൾ യോഗസാധന ചെയ്യുന്നതിലൂടെ നമുക്കതിൻ്റെ ഗുണം പൂർണ്ണമായും ലഭിക്കുന്നു. യോഗാഭ്യാസം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം സൂക്ഷിക്കുക. ആസനങ്ങൾ സാവധാനം ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന് എത്രയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ യോഗാഭ്യാസം ചെയ്യുക. യോഗാഭ്യാസം ചെയ്യുന്ന സമയത്ത് ശ്വാസം നിയന്ത്രിക്കാൻ പാടില്ല. എന്നാൽ ചില പ്രത്യേക അഭ്യാസങ്ങളിൽ ശ്വാസം നിയന്ത്രിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ യോഗാചാര്യൻ നിങ്ങളോട് ശ്വാസം നിയന്ത്രിക്കാൻ പറയാത്തിടത്തോളം നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ശ്വാസവും നിശ്വാസവും, അതായത് ശ്വാസം എടുക്കുന്നതും വിടുന്നതുമായ പ്രക്രിയ, അത് നിങ്ങൾ മൂക്കിലൂടെ മാത്രം ചെയ്യുക. യോഗാഭ്യാസം ചെയ്യുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ശ്വാസം, പിന്നെ നിങ്ങളുടെ മനസ്സ്, ഇവയെല്ലാം സമന്വയത്തിലായിരിക്കണം എന്ന്. ഈ മൂന്നിൻ്റെയും സമന്വയം ഉണ്ടാകുമ്പോൾ യോഗയിലൂടെ ഉണ്ടാകുന്ന പൂർണ്ണ ഗുണം അത് തീർച്ചയായും ലഭിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ എല്ലാം സന്തുലിതമാക്കാൻ സഹായകരമാകുന്നു. നിങ്ങൾ യോഗയ്ക്ക് മുമ്പും യോഗ ചെയ്യുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി യോഗ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്? നമ്മൾ യോഗാഭ്യാസം ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവസാനിപ്പിക്കാൻ പാടില്ല. യോഗ അവസാനിപ്പിക്കേണ്ടത് ഒന്നുകിൽ പ്രാർത്ഥനയോടെ, ധ്യാനത്തോടെ, അല്ലെങ്കിൽ മൗനം പാലിച്ചുകൊണ്ട് അല്പനേരം ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് വേണം നിങ്ങൾ യോഗ അവസാനിപ്പിക്കാൻ. യോഗ സമാപിച്ചതിന് ശേഷം പ്രാർത്ഥന കൊണ്ടോ ധ്യാനം കൊണ്ടോ മൗനം കൊണ്ടോ അവസാനിപ്പിച്ച് ശേഷവും നിങ്ങൾ അല്പനേരം അവിടെ ഇരിക്കേണ്ടതുണ്ട്. എന്നിട്ട് സ്വയം ഒന്ന് നോക്കുക. ഈ കാര്യം അറിയാൻ ശ്രമിക്കുക. യോഗ ചെയ്യുന്നതിന് മുമ്പും യോഗ ചെയ്യുമ്പോഴും ചെയ്തതിന് ശേഷവും നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഗതിയിൽ എന്ത് മാറ്റം ഉണ്ടായി എന്ന്. കാരണം നിങ്ങളത് മനസ്സിലാക്കുന്നത് വരേക്കും നിങ്ങളതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ആ യോഗ അവിടെ പൂർണ്ണമാകുന്നില്ല. അപ്പോൾ നമ്മൾ അത് അറിയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ യോഗ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷവും ഒരു ചോദ്യം ബാക്കിയാകുന്നു. അത് എത്ര നേരം കഴിഞ്ഞാണ് കുളിക്കേണ്ടത് എന്ന്. കാരണം യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ്, താപം ഉയരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ കുളിക്കാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് സാധാരണഗതിയിലേക്ക് തിരിച്ചു വരും. അതിനുശേഷം നിങ്ങൾക്ക് കുളിക്കാം. യോഗ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് എത്ര നേരത്തിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന്. ശരീരത്തിലെ രക്തചംക്രമണം സാധാരണഗതിയിൽ ആയതിനു ശേഷം മാത്രമാണ്, അതായത് യോഗാഭ്യാസം ചെയ്ത് 20 മിനിറ്റിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഭക്ഷണ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. യോഗയ്ക്ക് മുമ്പും യോഗ ചെയ്യുന്ന സമയത്തും യോഗയ്ക്ക് ശേഷവും എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ വ്യാഖ്യാനം ഇവിടെ അവസാനിപ്പിക്കാം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ സാവധാനത്തിൽ തുറക്കുക. നന്ദി.